ഇനി ഇടുക്കിയിലേക്കാണ് ജോസിൽ സെബാസ്റ്റ്യൻ തയ്യാറായിട്ടുണ്ട്. ജോസിൽ, ഇടുക്കിയിലെ ഒരു സ്ഥിതി എങ്ങനെയാണ്? നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നിലവിൽ ഇപ്പോഴും അവിടെ മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടടക്കമുണ്ടായ ഒരു സാഹചര്യമുണ്ടല്ലേ ജോസിൽ? ആതിര, ഇടുക്കി ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ് എന്നുള്ളതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് കുമളി ടൗണിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഇടുക്കി ജില്ലയിൽ അങ്ങനെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമില്ല. കാരണം ഈ ചെരിഞ്ഞ പ്രദേശങ്ങളാണ് കൂടുതൽ. എന്നാൽ ഈ ടൗണുമായി ബന്ധപ്പെട്ടുള്ള ചില നിരന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ മണ്ണ് കുതിർന്ന് മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നതാണ്. ഈ മലയോരങ്ങളിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമാണ് എല്ലാ കാലത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അത്തരത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള ജില്ല എന്ന നിലയിൽ വലിയ മുൻകരുതലാണ് ഇടുക്കി ജില്ലയിൽ ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിക്കൊണ്ട് ഇന്ന് 10:30 കളക്ടറേറ്റിൽ ഓൺലൈൻ വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറും സബ് കളക്ടറും അടക്കം പങ്കെടുക്കും. ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അടിമാലി ഇരുട്ടുകാനത്ത് വൻ മരം കടപുഴകി വീണിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാർ മറയൂർ റോട്ടിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ, അതായത് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ വളരെ വേഗം തന്നെ ഈ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായാലും കനത്ത ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോകുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും 3 ഡാമുകൾ ഇടുക്കി ജില്ലയിൽ തുറന്നിരിക്കുന്നുണ്ട്. അത് ചെറിയ ഡാമുകളാണ്. അത്തരത്തിൽ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. താരതമ്യം വലിയ ഡാമുകൾ, ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളിലൊക്കെ ജലനിരപ്പ് അങ്ങനെ വർദ്ധിക്കുന്നുണ്ടെങ്കിലും അപകടസ്ഥിതി നിലവിലില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഡാമുകൾ മലങ്കരയും കല്ലാർകുട്ടിയും പാബിള അണക്കെട്ടുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ആതിര, ശരി, വ്യക്തമാണ്. ഇടുക്കിയിൽ നിന്നും ജോസിൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.